എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നരയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രായമുള്ളവരിലാണെങ്കിൽ അതാ പ്രായത്തെ തോന്നിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അതൊന്നുമല്ല. മുടി നരയ്ക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ നല്ല പ്രായമുള്ളവരിലും സാധാരണയായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ്. ഒരു മുടി നരയ്ക്കുമ്പോഴേ നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അത് നേരിടേണ്ടി വരുന്നത്. മുടി നരയ്ക്കുന്നതിന് മാത്രമല്ല കേട്ടോ, അതുപോലെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, താരൻ, അതുപോലെ തന്നെ മുടി അമിതമായിട്ട് പൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, മുടി കിളിർത്ത് വരാതിരിക്കുന്ന അവസ്ഥയ്ക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും, നരച്ച മുടി ഉള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും, മുടിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന നാച്ചുറലായിട്ടൊരു ഹെയർ ഡേയും ഹെയർ പാക്കും അതുപോലെ തന്നെ നല്ലൊരു ഓയിലുമാണ്, ഹെയർ ഓയിലുമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ ഒരൊറ്റ ബീട്രൂട്ട് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ ചെത്തിയിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബീട്രൂട്ട് വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാമെന്നറിയാമോ? അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഹെയർ പാക്ക് മാത്രമല്ല, ലിപ് ബാം, ബാത്തിങ് പൗഡർ, അങ്ങനെ തുടങ്ങി ആരോഗ്യം പ്ലസ് സൗന്ദര്യമാണ് എനിക്ക് ബീട്രൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. അത്രയേറെ ഗുണങ്ങളുടെ കലവറയാണ്. അത് നമ്മൾ ഒരു ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക 2 എണ്ണമാണ് നമ്മൾ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. അന്നേരം നെല്ലിക്കയും മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നിലല്ല. അന്നേരം അതിനോടൊപ്പം തന്നെ 2 നെല്ലിക്ക, ഒരു വലിയ തണ്ട് കറ്റാർ വാഴ, അതിൻ്റെ കറ മാറ്റി കുറേ നേരം വെള്ളത്തിലിട്ട് അതിൻ്റെ കറ മാറ്റി അതിൻ്റെ 2 സൈഡിലെയും മുള്ളുകളൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം അതിനെയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് നല്ല പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. നമുക്ക് ആ അരച്ചുകൊണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് 1 ഗ്ലാസ് വെള്ളം, അതിപ്പോൾ നമുക്ക് എത്രത്തോളം അതിൻ്റെ ആ ഒരു തേയില വെള്ളം വേണമെന്നനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറിയ ഒരു ഗ്ലാസ് വെള്ളം, അതിനോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കരിഞ്ജീരകം, അതുപോലെ തന്നെ ഉലുവ, പിന്നെ നമ്മുടെ തേയിലപ്പൊടിയോ അല്ലെങ്കിൽ കാപ്പിപ്പൊടിയോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ തേയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നമ്മൾ അടപ്പേ വെച്ചിട്ട് 1 ഗ്ലാസ്സിനെ നമ്മൾ 1/2 ഗ്ലാസ്സായിട്ട് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിട്ടുള്ളതായിട്ടുള്ള ബീട്രൂട്ട്, കറ്റാർ വാഴ, അതുപോലെ നെല്ലിക്കയും കൂടെ ആ ഒരു നീര് ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ നമുക്കിതുപോലൊരു തുണി ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. മാക്സിമം നമ്മൾ അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കാൻ ശ്രമിക്കണം. കാരണം അത്രയേറെ ഗുണങ്ങളാണ് നമ്മൾ വളരെ നിസ്സാരമായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള ചേരുവ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അന്നേരം ഇത്രത്തോളം നമുക്ക് നീര് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ 3 കാര്യങ്ങൾക്ക് ഈ നീര് ഇത്ര തന്നെ വേണം. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഇതിനെ നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് നീലാംബരി പൗഡർ എടുക്കണം. അത് മിക്ക കടകളിലും വാങ്ങിക്കാൻ കിട്ടും. നല്ല എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിയേണ്ട നല്ല കമ്പനിയുടെ നോക്കിയിട്ട് എടുക്കുക. അതിനെ നമുക്ക് 1 അല്ലെങ്കിൽ 2 സ്പൂൺ അളവിലോ എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാനൊരു ഇരുമ്പിൻ്റെ പാത്രത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം ഇല്ല എങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇരുമ്പിൻ്റെ ഒരു ചെറിയ കഷ്ണമോ അല്ലെങ്കിൽ ഇരുമ്പാണിയൊക്കെ കാണില്ല, അത് ഒരു ഏതെങ്കിലും ഒരു പാത്രത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അന്നേരം ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട്, കറ്റാർ വാഴ, നെല്ലിക്കയുടെ ജ്യൂസാണ്. അത് ഒരുപാട് ഒഴിക്കേണ്ട, ഒരു 2-3 സ്പൂൺ അളവിൽ അല്ലെങ്കിൽ 4 സ്പൂൺ അളവിൽ. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്പെഷ്യലായിട്ട് നമ്മൾ തേയില വെള്ളവും കരിഞ്ജീരകവും ഉലുവയും ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് അങ്ങ് ലൂസാവരുത്, എന്നാൽ അങ്ങ് ഒരുപാട് തിക്കായിട്ടും ഇരിക്കാത്ത രീതി. നമ്മൾ തലയിൽ തേക്കുമ്പോൾ അത് ഒലിച്ച് പോവരുത്, അത് അവിടെ തന്നെ നിൽക്കണം. ആ രീതിയിൽ വേണം ഇത് മിക്സിങ് ചെയ്ത് വെക്കാനും വേണ്ടി. പിന്നെ നെല്ലിക്ക ഇല്ലെങ്കിൽ നെല്ലിക്കയുടെ പൗഡർ ഇട്ടാലും മതി. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ കുറച്ച് നേരത്തേനൊന്ന് മാറ്റി വെക്കാം. ഒരു രാത്രി മുഴുവൻ ഇരുന്നാലും അത്രയും നല്ലതാണ്. ഇപ്പം തന്നെ എൻ്റെ കളറ് മാറിയത് കണ്ടില്ലേ? അന്നേരം ഒന്നും കൂടെ തേയില വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ആ ബീട്രൂട്ടിന് നീരും കൂടെ ഒഴിച്ചിട്ട് താണ്ടി ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്ത് വെക്കുന്നത്. അതിപ്പം ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു 4-5 മണിക്കൂറിന് ശേഷം വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ ഒരു രാത്രി മുഴുവനും വെച്ചാൽ കുറച്ചും കൂടെ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. അതിനൊരു സൈഡിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ നാച്ചുറൽ ഡൈ നമ്മളങ്ങനെ തയ്യാറാക്കി മാറ്റി വെച്ച് ഇനി നമ്മൾ മിക്സിയുടെ കുഞ്ഞ് ജാറിൽ നമ്മുടെ വീട്ടിൽ ചോറുണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ റോസരിയുടെ ചോറാണ് അരച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അന്നേരം നല്ല ഗുണകരമാണ് നമ്മുടെ മുടി വളർച്ചയുടെ കാര്യത്തിൽ. നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം, അതുകൊണ്ട് ഈ റൈസൊക്കെ. അന്നേരം ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
ആ ഒരു തേയിലവെള്ളവും അതിനോടൊപ്പം തന്നെ ബീട്രൂട്ടിൻ്റെ നീരുമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇവയെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. അത് നല്ലൊരു പാക്കാണ്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പാക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കിടിലൻ പാക്കാണ് കേട്ടോ. നമുക്ക് ജലദോഷമോ തുമ്മലൊക്കെ ഉള്ളവരാണെങ്കിൽ പനിക്കുറുക്ക അതുപോലെ തന്നെ തുളസി ഇലയും കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതാണ്ട് നമ്മൾ അരച്ചുകൊണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പാക്ക് ആണെങ്കിലും ഈ ഒരു ഡൈ ആണെങ്കിലും ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഓയിലാണെങ്കിലും നിങ്ങൾ ഒരു തവണ ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യും. അത്ര എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള്. സാധാരണ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടുന്നതാണ്. ഒരുപാട് പൈസയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ. അതിൻ്റെ ഗുണങ്ങൾ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്തൊരു കാര്യമാണ്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഞാനിപ്പോൾ ഒരു ക്യാപ്സ്യൂളാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ഈ ഒരു പാക്ക് നമുക്ക് തലയിൽ തേക്കാവുന്നതാണ്. ഞാൻ ഇതിന് കുറച്ചും കൂടെ നല്ലൊരു റിസൾട്ട് കിട്ടാനും വേണ്ടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരാണ്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കുണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം മുടി ഒന്ന് ആ ഒരു പാക്കൊക്കെ കഴുകി കളഞ്ഞ് കഴിയുമ്പം നിങ്ങളുടെ മുടി നല്ല സോഫ്റ്റായിട്ട് നല്ല സിൽക്കി ആയിട്ട് നമ്മുടെ നിലവിലുള്ള മുടിയെക്കാട്ടിൽ കുറച്ചും കൂടെ നല്ല തിക്നെസ് തോന്നുന്ന ഒരു പാക്കാണ് കേട്ടോ. അത്രയേറെ ഗുണകരമാണ്. ഇതൊക്കെ ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നോർമലായിട്ട് നമ്മുടെ മുടി വളർന്നു വരികയും ചെയ്യും. ആ ഒരു സാധാരണ അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ മെച്ചപ്പെട്ട് ഒരു കാര്യം നമ്മളിപ്പം ഈ ഒരു പാക്കൊക്കെ ഒരു ദിവസം ചെയ്ത് ഇത്ര റിസൾട്ട് കിട്ടും. ആ ഒരു റിസൾട്ട് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ആഴ്ച 1-2 തവണയെങ്കിലുമൊക്കെ ഈ ഒരു പാക്ക് ഉപയോഗിക്കുക. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്കി വന്നിട്ടുള്ള കറ്റാർ വാഴ, ബീട്രൂട്ട്, നെല്ലിക്ക ചേർത്തിട്ടുള്ള ആ ഒരു ജ്യൂസ് ഞാനൊരു ചീനിച്ചട്ടിയിൽ അടപ്പേ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ അതിൽ ആ ഒരു ജലാംശം എല്ലാം ഒന്ന് വറ്റി വരട്ടെ. ആ ഒരു വറ്റി വരുന്ന അവസ്ഥയിലാണ് ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല തിക്കായിട്ടുള്ളൊരു രീതിയിലോട്ടാണ് നമ്മുടെ ആ ഒരു ജ്യൂസ് വന്നിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് അതിൽ ആ ഒരു വെളിച്ചെണ്ണ മാത്രം തെളിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകമെന്ന് പറയുന്നത്. അതിന് കുറച്ച് സമയം എടുത്താൽ മതി, ഒരുപാട് സമയം നമ്മൾ ചിലവാക്കേണ്ടത് ആവശ്യമില്ല. അത് ഇതിലേക്ക് ആ ഒരു കറക്റ്റ് പാകമാകണോ എന്ന് നമുക്കറിയത്തില്ലല്ലോ. അതിനുവേണ്ടി ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഒരു കറിവേപ്പില അല്ലെങ്കിൽ ഒരു തുളസിയില ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ വറന്ന് വരുന്നതാണ് ആ ഒരു എണ്ണയുടെ കറക്റ്റ് പാകമെന്ന് പറയുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ഡാർക്കായിട്ടുള്ള ഒരു ജ്യൂസിൽ നിന്ന് വെളിച്ചെണ്ണ വേറിട്ട് നിൽക്കുന്നത്. അത് കറക്റ്റായിട്ട് കുറച്ചും കൂടെ ഒന്ന് വരണം. ആ വരുന്നത് വരെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അന്നേരം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുടി വളർച്ചയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത ഒരു കിടലിനൊരു ഹെയർ ഓയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് പൈസ മുടക്കി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എന്തിനേക്കാട്ടിലും വെച്ചാൽ ഹെയർ ഓയിൽ, ഹെയർ പാക്ക്, അതുപോലെ തന്നെ ഈ ഡൈയേക്കാട്ടിലും വിശ്വസിച്ച് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഇതൊക്കെ ഒരുപാട് ഗുണം തരുന്നതാണ്. യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇല്ല. അതിന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഓയിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ജ്യൂസിൽ നിന്ന് പ്യുവറായിട്ടുള്ള എണ്ണ ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ ഈ ഒരു രീതിയിലാണ്. നമ്മൾ ഒരു ബീട്രൂട്ടാണ് എടുത്തിരുന്നത്, അതിൻ്റെ വളരെ കുറച്ച് അളവ് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓയിലിന് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത്. കാരണം ഈ ഒരു കളറ് വരത്തുള്ളൂ. കുറേയേറെ ബീട്രൂട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളൊരു കളർ കിട്ടും. അതായത് നമ്മൾ ഈ ഒരു പാക്ക് നമ്മുടെ തലയിലോട്ട് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ ഒട്ടും തന്നെ ഞാൻ തേച്ചിട്ടില്ല തലയിൽ. അന്നേരം നമ്മുടെ തലയിൽ ഇത് തേക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ് കേട്ടോ. ഇത് തലമുടിയുടെ എല്ലാ ഭാഗത്തും തലയോട്ടിയിലും നല്ല പോലെ തേച്ച് കൊടുത്തതിന് ശേഷം കുറഞ്ഞതൊരു 1/2-3 മണിക്കൂർ ഇതുപോലെ ഇങ്ങനെ ഈ തലയിൽ പാക്കി വെച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം. ഷാമ്പു ഉപയോഗിക്കരുത്. ഷാമ്പു നമ്മൾ 2-3 ദിവസത്തിന് ശേഷം മാത്രം ഷാമ്പു ഉപയോഗിച്ചാലാണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് അറിയുള്ളൂ. അത് നമ്മുടെ ഇവിടെ നാച്ചുറലായിട്ടുള്ള ബീട്രൂട്ടും കറ്റാർ വാഴ, നെല്ലിക്കയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ കിടിലൻ ഹെയർ ഡൈ, നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അന്നേരം കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈയെക്കാട്ടിൽ എന്തുകൊണ്ടും 100% വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു ഡൈ ആണ്. ഈ ഒരു ഡൈ നമ്മുടെ തലയിൽ തേച്ചതിന് 1-2 ആഴ്ചത്തിന് ആ ഒരു കളർ അതേ രീതിയിൽ നിൽക്കും. അന്നേരം നമുക്ക് കുറച്ച് സമയമൊന്നും മെനക്കെട്ടാൽ മതി. കെമിക്കലിനെക്കാട്ടിൽ എന്തുകൊണ്ടും ഇതായിരിക്കും നല്ലതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കി കഴിഞ്ഞാൽ മുടിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും മുടി വളരുകയും മുടിയുടെ ആ ഒരു നിറം മാറുകയും താരനും ചൊറിച്ചിലും ഒക്കെ മാറി നല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന
ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ മുടി വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്നെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളുടെ വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.